എന്റെ പിന്നില് ഇരിക്കുന്നത് ഒരു നാഗയക്ഷിയാണ്. യക്ഷി എന്ന് കേട്ടിണ്ടാവൂലോ അല്ലെ? യക്ഷി എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളുടെ മനസ്സിൽ വരുന്ന ഒരു വികാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭീതിയാണ്, ഭയം. കാരണം രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ വനാന്തരങ്ങളുടെ ഇരുളിമയിൽ എന്നൊക്കെയുള്ള പശ്ചാത്തലത്തിലാണ് നമ്മൾ യക്ഷിയെ കണ്ടിട്ടുള്ളത്. സത്യത്തിൽ ആരാണ് ഈ യക്ഷി എന്നറിയോ? പണ്ട് മുതലേയുള്ള നമ്മളുടെ ഒരു വിശ്വാസമാണ്, സ്വർലോകം എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ട്. അവിടെ കുറെ വിഭാഗം ആൾക്കാരുണ്ട്. അവരാണ് സത്യത്തിൽ അപൂർവമായ തേജസ്സും ശക്തിയുമുള്ള വിഭാഗം. ദേവന്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരുടെ രാജാവ് ദേവേന്ദ്രൻ എന്നറിയപ്പെടുന്നു. തുടങ്ങിയ കഥകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ഒരു യക്ഷിയെ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കാണുന്നതല്ല കേട്ടോ. സിനിമയിൽ കാണുന്നത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അമ്മയുടെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ലൊരു സിനിമ വന്നിട്ടുണ്ട് കൊളത്തൂര് താര ടാക്കീസിൽ. കൊളത്തൂർ ഇപ്പോഴും ഉണ്ട്. പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലപ്പേരാണ് കൊളത്തൂര്. കൊളത്തൂര് പണ്ടൊരു താര ടാക്കീസ് ഉണ്ടായിരുന്നു. താര ടാക്കീസ് ഇപ്പൊ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ടാക്കീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ കൊട്ടക എന്ന് പറയുമല്ലോ. ഓല കൊണ്ട് മേയുകയും ഓല കൊണ്ട് ചുമരുകൾ വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു താൽക്കാലിക സംഭവം. താര ടാക്കീസിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കാണാൻ പോകുന്നു. സിനിമയുടെ പേര് ചോറ്റാനിക്കരയമ്മ. ചോറ്റാനിക്കരയമ്മ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ അപ്പൊ അമ്മമ്മ എന്നെ കാണാൻ കൊണ്ടുപോയതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് കുറച്ച് ദേവീ മാഹാത്മ്യമൊക്കെ പഠിക്കട്ടെ, അങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ തുടക്കം മുതലേ ചോറ്റാനിക്കര അമ്മയുടെ മഹാത്മ്യങ്ങളെല്ലാം വാഴ്ത്തിക്കൊണ്ട് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗം, ഒരു സീന് സിനിമയിലുണ്ട്. ഒരു വൃദ്ധ സന്യാസി തൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഭക്തജനങ്ങളോട് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതില് പറഞ്ഞു കൊടുത്ത ഒരു കഥ, ഒരു നമ്പൂതിരി, കഥകളി ഭ്രാന്തനായിട്ടുള്ള ഒരു നമ്പൂതിരി കഥകളി കാണാൻ വേണ്ടിയിട്ട്, രാത്രി സമയത്താണല്ലോ പണ്ടൊക്കെ കഥകളി ഉണ്ടാവുക. അത് എല്ലായിടത്തിലൊന്നും കഥകളി ഉണ്ടാവില്ല, പ്രസിദ്ധങ്ങളായിട്ടുള്ള അമ്പലങ്ങളിലേ ഉണ്ടാവുള്ളൂ. അപ്പോ അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ഏതോ ഒരു അമ്പലത്തിൽ കഥകളി ഉണ്ട് എന്നറിഞ്ഞിട്ട് രാത്രിയെ വകവയ്ക്കാതെ ഒരു നമ്പൂതിരി ഒരു കാട്ടിൽ കൂടി, ആ കാട് കടന്നിട്ട് വേണം ഈ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് എത്താൻ, പോവുകയാണ്. അങ്ങനെ പോകുന്നു. പാതി വഴി എത്തിയപ്പോ കൊടുങ്കാടിന്റെ മധ്യത്തില് അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ നിൽക്കുന്നു. കസവ് കൊണ്ട് മുണ്ടുടുത്ത്, കസവ് മുണ്ടുകൊണ്ട് തന്നെ മുലക്കച്ച കെട്ടി, മുടിയൊക്കെ ഇങ്ങനെ ചെരിച്ചു കെട്ടി, നിറയെ മുല്ലപ്പൂവൊക്കെ വെച്ച് അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ്. അവളുടെ നീണ്ടിടംപെട്ട കണ്ണുകൾ, ഉയർന്ന മാറിടം, ചുരുക്കി പറഞ്ഞ നമ്പൂതിരി അങ്ങട് ഭ്രമിച്ചു വീണു എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്താ ഇത്ര രാത്രിയായിട്ടും ഇവിടെ നിക്കണെന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, പതിവ് പോലെ ഏതോ ഒരു വാര്യത്തെ അമ്മുക്കുട്ടിയാണ്, അങ്ങനെ എന്തോ ഒരു പരിചയപ്പെടുത്തലുണ്ടായി, കഥകളി കാണാൻ പോവാണ്, എന്നാ അങ്ങനെ അച്ഛൻ എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടി കൈകോർത്ത് പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി നീങ്ങുകയാണ്. അപ്പോ നമ്പൂതിരിയുടെ കയ്യില് കൈകോർത്ത് പിടിച്ചിട്ടല്ല, ഒപ്പം നമ്പൂതിരിയുടെ പിന്നില് ഈ സ്ത്രീ അമ്മുക്കുട്ടി ഉണ്ട്. നമ്പൂതിരിയുടെ കയ്യില് ദേവീ മഹാത്മ്യത്തിന്റെ ഒരു ഗ്രന്ഥം ഇരിക്കുന്നുണ്ട്.
അപ്പൊ ഈ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടത് ഇത് എന്തിനാ അത് ഈ കഥകളി കാണാൻ പോണ നേരത്തും ഈ ദേവി മഹാത്മ്യം കയ്യിൽ പിടിച്ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇല്ല, ഇതിപ്പോ ഇവിടെ ഈ കാട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാല് എന്റെ ഗുരുവിന്റെ വീടുണ്ട്, ഇല്ലുണ്ട്, ഇത് അവിടെ കൊടുത്തേൽപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ അത് ഇന്ന് എന്തായാലും ഈ വഴിക്ക് പോവാണല്ലോ, എന്നാ അതങ്ങ് കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയ്യിലെടുത്തതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കാട് കടന്നു. കാട് കടന്നിട്ട് ഈ തിരുമേനിയുടെ ഗുരുവിന്റെ ഗൃഹത്തിലെത്തി. അവിടെ ചെന്ന് അദ്ദേഹം വാതില് മുട്ടി വിളിച്ചു. വാതില് തുറന്നു. അപ്പൊ ഗുരു പുറത്തേക്ക് വന്നിട്ട് ഗ്രന്ഥം കയ്യിൽ കൊടുത്തു. എന്നാ പിന്നെ എന്തിനാ ഈ രാത്രി യാത്ര തുടർന്ന് ഇവിടെ കടന്നൂടെ, കോലായിൽ കടന്നൂടെ, രാവിലെ പോയേ പോരെ ചോദിച്ചു. അല്ല, ഞാൻ കഥകളി കാണാൻ വേണ്ടി പോവാണ്. അതിപ്പോ വേണോ ഈ രാത്രിയില് എന്ന് ചോദിച്ചു. അല്ല, എനിക്ക് പോണം, ഞാൻ ഒറ്റയ്ക്കല്ലേ, എൻ്റെ കൂടെ ഭാര്യത്തെ അമ്മുക്കുട്ടി ഉണ്ട്. ഭാര്യത്തെ അമ്മുക്കുട്ടിയോ ഈ നേരത്ത് നിന്റെ കൂടെ വരാനായിട്ട്? എവിടെ എന്ന് ചോദിച്ചു. എവിടെ എന്ന് ചോദിച്ചിട്ട് ഗുരു പടിക്കൽക്ക് ഇങ്ങനെ നോക്കുന്നത് സിനിമ കാണുന്ന എനിക്ക് കാണാം. പടിക്കൽക്ക് ഗുരു നോക്കിയപ്പോ എന്താ ഗുരു കണ്ടെന്നുള്ളത് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ 10 വയസ്സുള്ള ഞാൻ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഗുരു ഇങ്ങനെ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, നിന്റെ കൂടെ ആരാന്നാ പറഞ്ഞേ? എന്റെ കൂടെ മറ്റേ ഭാര്യത്തെ അമ്മുക്കുട്ടി. എന്നാ എന്നെ ഒന്ന് തൊട്ടും കൊണ്ട് ഒന്ന് അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഗുരുവിനെ ഒന്ന് സ്പർശിച്ചുകൊണ്ട് പടിക്കലേക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു യക്ഷിയെ കാണുന്നത്. ഭീകരരൂപിണിയായ യക്ഷിയെ. അത് ഇപ്പോഴത്തെ ന്യൂജനോട് ഭീകരരൂപിണി എന്നും പറഞ്ഞിട്ട് അന്നത്തെ സിനിമയിലത്തെ ആ രൂപം കാണിച്ചു കൊടുത്ത അവര് പൊട്ടിച്ചിരിക്കും. പക്ഷെ അന്നത്തെ ആ 10 വയസ്സുകാരിയുടെ മുന്നിൽ അവളെ ആജീവനാന്തം പേടിപ്പിക്കാനുള്ള ഒരു രൂപം അതുണ്ടായിരുന്നു. അതോടുകൂടി എൻ്റെ മനസ്സിൽ പതിഞ്ഞ യക്ഷി എന്ന ഒരു സങ്കല്പമുണ്ട്. പാതിരകളിൽ, വനാന്തരങ്ങളിൽ, നിശബ്ദതയിൽ, ചീവീടുകളുടെ ശബ്ദം മാത്രം മുഴങ്ങിക്കേൾക്കുന്നത്ര നിശബ്ദതയിൽ ഒരു കാലൻ കോഴിയോ ഒരു കുറുനരിയോ ഒരു കരിമൂർഖനോ മാത്രം ഉണർന്നിരിക്കുന്ന ഒരു നിശബ്ദ രാത്രിയിൽ വഴിയിൽ കൂടി പോകുന്ന സുന്ദര പുരുഷന്മാരെ ആകർഷിച്ച് വശത്താക്കുകയും അവരുടെ ഇടം കഴുത്തിലെ പ്രധാന നാഡി മുറിച്ച് രക്തം പാനം ചെയ്യുകയും തുടർന്ന് എല്ലും പല്ലും മുടിയും നഖവും മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് അവരെ കഥാവശേഷരാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം സ്ത്രീവർഗക്കാരാണ് യക്ഷികൾ എന്ന് എങ്ങനെയോ ഒരു ധാരണ എൻ്റെ മനസ്സിൽ വേരുറച്ചു. അതിനെ കൂടുതലായിട്ട് ഉദ്ദീപിപ്പിക്കുന്ന പല തെറ്റിദ്ധാരണകളും കൂടെ ഉണ്ടായി. അതിലൊന്നാണ് യക്ഷികളും പ്രേതങ്ങളും ഒന്നുതന്നെയാണ് എന്നുള്ള ചിന്ത. ഈ കാലത്ത് തന്നെയാണ് മറ്റൊരു പ്രധാന സിനിമ, ലിസ എന്നാണ് ആ സിനിമയുടെ പേര്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ അറിയുണ്ടാവും. ലിസ എന്ന സിനിമ പുറത്തിറങ്ങേണ്ടായത്. ലിസ എന്ന് പറയുന്ന സിനിമ ഇതേപോലെ ചതിവ് പറ്റിയ ഒരു സ്ത്രീ തന്നെ ചതിച്ച ദുഷ്ടനായ വില്ലനെ പ്രേതാത്മാവായിട്ട് വന്ന് മറ്റൊരു പെൺകുട്ടിയിൽ പ്രവേശിക്കുകയും അവളിലൂടെ തൻ്റെ പ്രതികാരം നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് ലിസ. അത് കാണാത്ത 70s 70കളിലും 80കളിലുമുള്ള ആൾക്കാര് അത് കാണാത്തവരായിട്ട്, ആ സിനിമ കാണാത്തവരായിട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ പ്രേതങ്ങളും യക്ഷികളും ഒന്നല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് കാലം എടുത്തു. ഈ പ്രേതാത്മാക്കൾ തങ്ങളുടെ നിവർത്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലെ ഒരു ശരീരം തേടും. അതുപോലെയല്ല യക്ഷികൾ. കുറെ വലുതായതിനു ശേഷം
ഈ യക്ഷികളെ കുറിച്ച് ഞാനൊരു പഠനം നടത്തണം എന്ന് ആഗ്രഹിച്ചു. ഓരോ രസകരമായ ഭ്രാന്തുകളാണ് അതൊക്കെ. പഠനം നടത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് പല പുസ്തകങ്ങളും വായിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഗന്ധർവൻ, യക്ഷി, കിന്നരന്മാര് ഇവരൊക്കെ ആരാണ് എന്നതിനെ കുറിച്ചൊരു ചെറിയ ധാരണയെങ്കിലും എനിക്ക് ഉണ്ടാവുന്നത്. അപ്രകാരം ഞാൻ സമ്പാദിച്ച അറിവ് ഇപ്പൊ ഞാനിവിടെ പ്രകാശിപ്പിക്കുകയാണ്. ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിലെ ഗന്ധർവന്റെ ബാധ ഏൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ അമ്മ ഗന്ധർവനെ കുറിച്ച് അല്ലെങ്കിൽ ഗന്ധർവ ജാതിയെ കുറിച്ച് ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്മരാജൻ സിനിമയായ ഞാൻ ഗന്ധർവനിൽ. അതേമാതിരി ഞാൻ മനസ്സിലാക്കിയ വായിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇത്. അതായത് ദേവലോകത്ത് ദേവന്മാരുമുണ്ട്, ഉപദേവതകളുമുണ്ട്. അതിൽ ദേവന്മാരിൽ പെടും ഇന്ദ്രനടക്കമുള്ള അഗ്നി, വരുണൻ, വായു, അവരുടെ രാജാവായ ഇന്ദ്രൻ, ഇവരടക്കമുള്ള 33 ദേവതകൾ എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയാറുള്ള അവർ. ഇത് കൂടാതെ ഉപദേവതകളുണ്ട്. ഈ ഉപദേവതകളാണ് ഗന്ധർവൻ, യക്ഷൻ, കിന്നരൻ, ഭൂതം, പിശാചി, രക്ഷസ് എന്നിവർ. ഇവരെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഉപദേവതകൾ തന്നെയാണ്, ദേവതകൾ തന്നെയാണ്, ദേവതകളുടെ ശക്തികൾ ഉള്ളവർ തന്നെയാണ്. പക്ഷേ ഇവർക്കുള്ള ഒരു പരിമിതി എന്ന് പറയണത്, ഇവരിൽ ഓരോ വിഭാഗത്തിനും അതാത് രാജാക്കന്മാരുണ്ട്. ഈ സാമന്ത രാജാക്കന്മാരുടെ എല്ലാം ചക്രവർത്തി പദം ദേവേന്ദ്രന് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗന്ധർവൻ ഒഴിച്ച് ബാക്കി എല്ലാ വിഭാഗത്തിനും സ്ത്രീകളുണ്ട്. അതായത് യക്ഷന്റെ സ്ത്രീയാണ് യക്ഷിണി അഥവാ യക്ഷി. കിന്നരന്മാർക്ക് കിന്നര സ്ത്രീകളുണ്ട്. പിശാചികൾക്ക് പിശാചിനിമാരുണ്ട്. രക്ഷസുകൾക്ക് രാക്ഷസിമാരുണ്ട്. ഇവരെല്ലാം ദേവതകളുമാണ്. എങ്ങനെയാണ് ഇവർക്ക് ദേവതാസ്ഥാനം കിട്ടിയത്? അതായത് പുലസ്ത്യൻ എന്ന മഹർഷിക്ക് ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടായ മകനാണ് വിശ്രവസ്. വിശ്രവസിന് ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടായ മകനാണ് വൈശ്രവണൻ. വൈശ്രവണൻ എന്ന് വെച്ചാൽ കുബേരൻ, ധനത്തിന്റെ രാജാവ്. വൈശ്രവണനും മറ്റ് യക്ഷന്മാരും വിശ്രവസിന്റെ മക്കളാണ്. അവർക്ക് ദൈവികതയാണ് ഉള്ളത്. യക്ഷന്മാരാണ് അവര്, യക്ഷവർഗത്തിൽപ്പെട്ടവരാണ് അവര്. അതേപോലെ തന്നെ നമ്മൾ പറയാറില്ലേ പൈശാചിക സ്വഭാവം എന്ന് പറയാറില്ലേ? സത്യത്തിൽ പിശാചന്മാർ ഉപദേവതകളാണ്, കിന്നരന്മാർ ഉപദേവതകളാണ്, ഗന്ധർവന്മാർ ഉപദേവതകളാണ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനൊരു ഭയങ്കരത ഉള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റിയത് എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഓരോ വിഭാഗത്തിൻ്റെയും രാജാക്കന്മാരും, അതായത് യക്ഷന്മാരുടെ രാജാവായ കുബേരനും, ഗന്ധർവന്മാർക്കൊരു രാജാവ് ഉണ്ടെങ്കിൽ അയാളും, അങ്ങനെ സ്വന്തം രാജാക്കന്മാർക്കും ചക്രവർത്തിയായ ദേവേന്ദ്രനും വന്നും പോയും കൊണ്ടിരിക്കുന്ന സമസ്ത മുനിമാർക്കും ഇവരെയൊക്കെ ശപിക്കാം. അതാണ് സങ്കടം. സംഭവം ഉപദേവതകളാണ് എന്ന് വാഴ്ത്തപ്പെടുകയും അതേസമയം ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇഷ്ടാനുസരണം കളിപ്പാട്ടങ്ങളാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു വിഭാഗക്കാരാണ് ഈ ഉപദേവതകളായ യക്ഷ, ഗന്ധർവ, കിന്നര വർഗക്കാർ. അങ്ങനെ
ശാപഗ്രസ്തരായിട്ട്, അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശാപം ഭൂമിയിൽ പോയിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടൂ. ശാപമോക്ഷം എന്താണെന്നറിയോ? ഇത്രയ്ക്ക് ദുഷ്ടമനുഷ്യരെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങോട്ട് പോരാം. അപ്പോ നിന്നെ രക്ഷിക്കാനായിട്ട് ഒരു ഈശ്വരാവതാരം ഭൂമിയിൽ വരും. ആ കാലത്ത് നിനക്ക് തിരിച്ചു പോരാം എന്നാണ് ശാപമോക്ഷം. എത്ര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് നോക്കൂ. ഗന്ധർവന്മാരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് പറയണത്. അങ്ങനെ ഭൂമിയിൽ ഒരു വിഭാഗം യക്ഷിണികൾ അഥവാ യക്ഷികൾ ദേവതാരൂപത്തിൽ ആരാധിക്കപ്പെടുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം യക്ഷികൾ ദുർദേവതകളായിട്ട് വിഹരിച്ചു നടക്കുകയും ചെയ്യുന്നുണ്ട്. യക്ഷികൾക്ക് പൊതുവെ പറയുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അവരുടേത് വിടർന്ന കണ്ണുകളായിരിക്കും. വിടർന്ന കണ്ണുകളായിരിക്കുന്നു മാത്രമല്ല, നിശ്ചലമായിട്ട് സ്തബ്ധങ്ങളും വിടർന്നതും ദീർഘങ്ങളുമായിട്ടുള്ള കണ്ണുകളായിരിക്കും അവരുടേതെന്നാണ് പറയുന്നത്. അവരുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും. പല്ലുകൾ അതിയായി വെളുത്തതും കൂർത്തതുമായിരിക്കും. മാറിടം ഉയർന്നതായിരിക്കും. അരക്കെട്ട് അരക്കെട്ട് പോലെ, സിംഹത്തിന്റെ കടിപ്രദേശം പോലെ ഇരിക്കും എന്നൊക്കെയാണ് ലക്ഷണം പറയുന്നത്. അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന നീണ്ട കേശമായിരിക്കും. ഇങ്ങനെ ഭൂമിയിലെ വിവരം കെട്ട പുരുഷന്മാരെ മുഴുവനും ആക്രമിക്കുകയോ അധിക്കുകയോ ചെയ്യാനുള്ള അനുമതി ലഭിച്ചിട്ടാണ് ഇവര് ശാപം കിട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. കൂടുതൽ അറിവുകൾ എനിക്ക് കിട്ടണത് രാമായണത്തിൽ നിന്നാണ്. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്ന് ഒരുപാട് ഇത്തരം സന്ദർഭങ്ങൾ കിട്ടുണ്ടായി. ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്രനോടൊപ്പം ആദ്യമായിട്ട് വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ശ്രീരാമൻ ചെയ്യുന്ന ആദ്യത്തെ വധം ഒരു സ്ത്രീയെയാണ്. താടക എന്നാണ് അവളുടെ പേര്. താടക ഒരു ദുഷ്ടരാക്ഷസിയായിട്ട് കാട്ടിൽ സഞ്ചരിക്കുകയാണ്. ഇവളെ പേടിച്ചാരും ഈ വഴി നടപ്പിയില്ല എന്നാണ് വിശ്വാമിത്രൻ അവളെ കുറിച്ച് പറയണത്. വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിത ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. സത്യത്തിൽ ഒരു ദ്രാവിഡ സ്ത്രീയായിരുന്നു അവൾ. താടകയെ വിശ്വാമിത്രന്റെ ആജ്ഞപ്രകാരം ശ്രീരാമൻ വധിക്കുന്നു. താടകയിൽ നിന്ന് അതിസുന്ദരിയായ ഒരു യക്ഷിണി പുറത്തു വരുന്നു. ഞാൻ ശാപം കിട്ടിയിട്ട് വന്നതാണ്, അവിടുന്നാണ് എനിക്ക് ശാപമോക്ഷം തരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതാ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നു. അതിനുശേഷം കബന്ധൻ തുടങ്ങി അനേകം കിന്നരന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര് എല്ലാം ശ്രീരാമന്റെ ശാപമോക്ഷം, ശ്രീരാമനിൽ നിന്ന് ശാപമോക്ഷം ലഭിക്കുകയും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നതായിട്ട് വായിക്കാൻ പറ്റുണ്ടായി. ആ സമയത്താണ് ഞാൻ ശരിക്കും മനസ്സിലാക്കണത് യക്ഷികൾ ആരാണ് എന്നുള്ളത്. എൻ്റെ നാട് വള്ളുവനാടൻ പ്രദേശമാണ്. ഇടശ്ശേരി എന്ന മഹാകാവ്യം എഴുതാതെ മഹാകവിയായയാൾ എന്ന് ഞാൻ പറയും. അദ്ദേഹത്തെ അങ്ങനെ പറയാറില്ല എങ്കിൽ കൂടി ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. ഭൂതങ്ങളും ഉപദേവതാവർഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിലാണ് പിന്നെ ഞാനൊരു യക്ഷിയെ അല്ലെങ്കിൽ ഭൂതത്തെ കണ്ടത്. അത് യക്ഷിയാണ് എന്നാണ് എൻ്റെ ഒരു സങ്കല്പട്ടോ. ഭൂതമല്ല, ഭൂതം എന്നാണ് ഗ്രാമ്യഭാഷയിൽ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിലത്തെ നായികയെ നമ്മൾ പറയണത്. അത് യക്ഷിയാണെന്ന് ഞാൻ പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ യക്ഷികളുടെ രൂപവർണ്ണന പറയണ്ടായില്ലോ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സ്ത്രീകളെയും വളരെ യക്ഷിയ എന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും അത് പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണെന്നുള്ളതാണ്. അവളുടെ അടുത്തേക്ക്
ആണുങ്ങൾ പോയാ പെട്ടു, അവളൊരു യക്ഷിയ എന്ന് പറയണത്. അപ്പൊ കുട്ടിക്കാലത്ത് ഞാൻ വിചാരിക്കാറുണ്ട്, ഈ സിനിമയിൽ കണ്ട യക്ഷി എന്ന് പറയണത് മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്നതാ. അപ്പൊ പിന്നെ ഈ പറയണതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്രയും അറിവ് നേടേണ്ടി വന്നു. സൗന്ദര്യത്തിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് പഠിച്ച സമയത്ത് ഒരു തിര തുള്ളി തുള്ളി പോകും പോലെ തൻ്റെ എഴുത്തുപാഠ കളരിയിലേക്ക് പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ ദൂരെ പാറക്കെട്ടിൽ നിന്ന് സാകൂതം വീക്ഷിക്കുന്ന പൂതം. അവൾ പതുക്കെ പതുക്കെ കുട്ടിയെ കൈമാടി അടുത്തേക്ക് വിളിക്കുന്നു. കുട്ടിയോട് പറയണത് ഇങ്ങനെയാണ്. എനിക്ക് തോന്നാറുണ്ട് നമ്മളുടെ സർവശിക്ഷ അഭിയാൻ ആദ്യമായിട്ട് നടപ്പാക്കിയത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ പൂതാണെന്ന് തോന്നാറുണ്ട്. പൂതം പറയണത് ഓല എഴുത്താണികളെ ദൂരെ എറിയൂ എന്നാണ്. ഓലയും എഴുത്താണി ദൂരെ കളഞ്ഞിട്ട് വരും. നമുക്ക് എന്ത് ചെയ്യാം? ദാ ഈ വീണ് കിടക്കണ മാന്തളിരിൽ മുല്ലമുട്ടുകൊണ്ട് എഴുതി പഠിക്കാം എന്നാണ്. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൊരമൊരുത്ത ഓലയും കടുകടുത്ത എഴുത്താണിയുമാണോ അവന് ഇഷ്ടപ്പെടുക, അതോ മാന്തളിരും മുല്ലമുട്ടുമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കുട്ടികളുടെ മനസ്സിന് ചേർന്ന വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയ ആദ്യത്തെ ആള് അധ്യാപിക പൂതമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ പൂതം അടുത്ത് വിളിച്ചിരുത്തുകയും വൈകുന്നേരം വരെ കുട്ടിയുടെ ഒപ്പം കളിക്കുകയും ചെയ്യുന്നു. വൈകുന്നേരമായിട്ടും കുട്ടിയെ കാണാഞ്ഞിട്ട് കുട്ടിയുടെ അമ്മ അന്വേഷിച്ച് വരുമ്പോൾ കാണുന്നത് ഈ കളിയാണ്. കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത പൂതം അമ്മയെ പലതും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നരിയായും പുലിയായും വന്ന് പേടിപ്പിക്കുന്നുണ്ട്. അതിലൊന്നും കുലുങ്ങാതെ നിൽക്കുന്ന നങ്ങേലി അമ്മ തരികന്റെ ഉണ്ണിയെ എന്ന് പറയുകയാണ്. അവസാനം തൻ്റെ സ്വന്തം കണ്ണുകൾ തന്നെ ചൂഴ്ന്നെടുത്ത് കൊടുക്കുമ്പോൾ അവിടെയും പൂതം തെച്ചിക്കോലൊന്നൊടിച്ച് ഒരു ഉണ്ണിയെ ഉണ്ടാക്കിയിട്ട്, കൃത്രിമ ബാലനെ ഉണ്ടാക്കിയിട്ട് കൊടുത്ത് പറ്റിക്കാൻ നോക്കുന്നുണ്ട്. അവിടെയും രക്ഷപ്പെടുന്നില്ല. അവസാനം അമ്മയുടെ ശാപം ഭയന്നിട്ട് കുട്ടിയെ തിരിച്ചു കൊടുക്കുന്നു. നീ കൊല്ലത്തിലൊരിക്കൽ വന്നോളൂ എൻ്റെ കുട്ടിയെ കാണാനായിട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വീട് എവിടെയാന്ന് പറഞ്ഞു കൊടുക്കണില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ആ കവിതയിൽ ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയ കാര്യം ഇതാണ്. അമ്മയോടൊപ്പം ആലോചിക്കണം, ചോറൂരുള വാരി വാരി കൊടുത്ത് മുല കൊടുത്ത് ഊട്ടി ഉറക്കി വളർത്തിയ അമ്മയോടൊപ്പം തിരിച്ചു പോകുന്ന ഉണ്ണി തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞ് ഭൂതത്തിനെ നോക്കിക്കൊണ്ടാണ് പോണത്. അപ്പോ ഭൂതത്തിന്റെ ഈ പേടിപ്പിക്കണ രൂപം എന്തുകൊണ്ട് ഉണ്ണി കണ്ടില്ല എന്നാണ് എൻ്റെ സംശയം. ഉണ്ണി എന്തുകൊണ്ട് ഭൂതത്തിന്റെ ഈ പേടിപ്പിക്കണ രൂപം കണ്ടില്ല? അപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ഭൂതങ്ങളും യക്ഷികളും ഒരു വലിയ അളവ് വരെ നിഷ്കളങ്കരാണ്. ഒടിയന്മാരെ കുറിച്ചും ഗന്ധർവന്മാരെ കുറിച്ചും പറഞ്ഞതുപോലെ തന്നെ അവർ ഒരു വലിയ അളവ് വരെ നിഷ്കളങ്കരാണ്. അവരുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തവരെ മാത്രമേ അവർ പ്രതികാരദാഹത്തോടുകൂടി സമീപിക്കേണ്ടായിട്ടുള്ളൂ. ഞാൻ ഈ യക്ഷികഥകളൊക്കെ വളരെ മുതിരുന്നതുവരെയും പലരെയും പറഞ്ഞ് പേടിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു കഥ പറച്ചിലിലൂടെ എൻ്റെ കഥകൾ കേൾക്കുന്ന ആൾക്കാരുടെ മുഖത്ത് ഞാൻ കാണുന്ന ആ ഭയം എനിക്കൊരു സന്തോഷം ഉണ്ടാക്കിയിരുന്നു എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ കുറേ യക്ഷിക്കഥകൾ അന്ന് സംഭരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിട്ടുള്ളത് എൻ്റെ അനിയനെയാണ്. അനിയൻ എന്ന് വെച്ചാൽ എൻ്റെ ചെറിയമ്മയുടെ മകൻ. അവൻ സ്വതവേ കുറച്ച് ഭയം ഉള്ള കൂട്ടത്തിലാണ്. എന്നാൽ എൻ്റെ അടുത്തുനിന്ന് മാറൂല്ല. എൻ്റെ കഥകളൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് ഞാൻ. അപ്പോൾ രാത്രി കിടന്നുറങ്ങുകയാണെങ്കിൽ എൻ്റെ കഥകൾ കേൾക്കണം, കുളിക്കാൻ പോണയിടത്തിൽ എൻ്റെ കഥകൾ കേൾക്കണം, എങ്ങോട്ട് പോവുകയാണെങ്കിലും എൻ്റെ കഥകൾ കേൾക്കണം. അപ്പോൾ പട്ടാമ്പിയിൽ ചെറിയമ്മയുടെ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ദൂരെ, കുറച്ച് ദൂരെയായിട്ട് പാടത്തിൻ്റെ അപ്പുറത്തായിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പൂജയൊക്കെ മുടങ്ങി കിടന്നിരുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നന്നാക്കിയിട്ടോ.
ആ അമ്പലത്തിന്റെ പരിസരത്ത് ഭ്രാന്താചലം ക്ഷേത്രം എന്നാണ് പറയാ, അല്ല നാറാണത്തമ്പലം എന്നാണ് പറയാ. ആ അമ്പലത്തില് ആരും പൂജ ചെയ്തിരുന്നില്ല. കുറെ മയിലുകൾ തിങ്ങിപ്പാർത്തിരുന്നു. സ്വാഭാവികമായിട്ടും പാമ്പുകളും ഉണ്ടാവാം, അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവനെ നിർബന്ധിച്ച് തോടും പാടവും കടന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ദൂരെ നിന്നിട്ട് കാണിച്ചു കൊടുക്കും, കണ്ടോ പൂജ മുട്ടി കിടക്കണ അമ്പലാണ്, യക്ഷികളുണ്ടാവും, ഒരു സംശയവും ഇല്ല. ഈ യക്ഷികൾ എന്താ ചെയ്യാ ആൺകുട്ടികളെയും ചെറുപ്പക്കാരായ ആണുങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ അവര് വിടില്ല, അവര് ചോര കുടിക്കും. എന്നാ പിന്നെ എന്തിനാ ഈ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വെറുതെ അണക്കതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് തന്നെ. എന്നാ നമുക്ക് പോവാം, തിരിച്ചു പോവും. രാത്രിയായ ഇവന് പേടിയായി. ഓപ്പേ യക്ഷി വരുമോ? ചെലപ്പോ വരും. അത് പറയുമ്പോഴത്തെ അവന്റെ ആ പരിഭ്രമം ഞാൻ വല്ലാതെ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ എൻ്റെ ആ ഒരു മാനസികാവസ്ഥയെ അപഗ്രഥനം ചെയ്തു നോക്കിട്ടോ. എന്തുകൊണ്ടായിരിക്കും മറ്റുള്ളവരോട് ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഞാനൊരു സുഖാനുഭൂതി നേടണത്? എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു യക്ഷി തന്നെയായിരുന്നു അത് ചെയ്തിരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ആ യക്ഷിയെ പലപ്പോഴും ഞാൻ തന്നെ പല സന്ദർഭങ്ങളിലും പുറത്തെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ യക്ഷി എന്നെ ജീവിതത്തിൻ്റെ പല ചുറ്റുപാടുകളിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൊള്ളരുതാത്ത നോട്ടത്തോടെ എന്നെ സമീപിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ നേർക്ക് സ്തബ്ധങ്ങളും ദീർഘവുമായ കണ്ണുകൾ കൊണ്ട് നോക്കി പേടിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു സമയത്തൊക്കെ നിരന്തരമായിട്ട് ഞാനൊരു കളിയിൽ ഏർപ്പെട്ടിരുന്നു. എൻ്റെ ആൺ സുഹൃത്തുക്കളുമായിട്ട് പന്തയം വെക്കും. ഇങ്ങനെ നോക്കിയിരിക്കുക, ഇമ വെട്ടാൻ പാടില്ല. ആരാദ്യം ഇമ വെട്ടുന്നുവോ അവർ തോറ്റു. എല്ലാവരും ഞാൻ തോൽപ്പിച്ചു. കൂട്ടത്തിൽ ഞാനും മനസ്സുകൊണ്ട് തോറ്റു എന്നുള്ളതാണ് സത്യം. പക്ഷേ യക്ഷികളും ഗന്ധർവന്മാരും പിശാചിനികളും ഒടിയന്മാരും നിറഞ്ഞ എൻ്റെ ജീവിതം എവിടെ അടിവരയിടണം എന്നോ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നോ അറിയാതെ ഇപ്പോഴും തുടരുകയാണ്. നമസ്തേ.